ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ഇപ്പോ പഴയ കാലത്തെ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ ഒരു നഗരത്തിൽ ഈ ഇടയായിട്ട് വളരെ ബ്രൂട്ടലായിട്ട് കുറച്ചധികം കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ആര് കണ്ടാലും ഭയന്നു പോകുന്ന അത്രയും ബ്രൂട്ടലായിട്ടും ക്രൂരമായിട്ടുമാണ് ഈ ആൾക്കാരെ കൊല്ലുന്നത്. അതായത് നഗരത്തിൽ പുതിയൊരു സൈക്കോ സീരിയൽ കില്ലർ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നീട് ആ ഒരു കേസ് അന്വേഷിക്കുന്നത് യുദ്ധത്തിൽപ്പെട്ട് 3 വർഷം റഷ്യക്കാരുടെ തടവിലായിട്ട് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്ന പീറ്റർ എന്ന പട്ടാളക്കാരനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അത് വെറും ഒരു കേസല്ല, പീറ്ററിന്റെ ജീവിതവുമായിട്ട് ആ ഒരു കേസിന് നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു അടിപൊളി ട്വിസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോകല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. കഥയുടെ ആരംഭം വർഷങ്ങൾക്ക് മുന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിരിക്കുന്നു. യൂറോപ്പിലെ ഓസ്ട്രിയ എന്ന രാജ്യത്തെ ഒരുപാട് പട്ടാളക്കാരിപ്പോ റഷ്യൻ പട്ടാള ക്യാമ്പിലാണ്, പിടിയിലാണ്. 3 വർഷത്തോളമായിട്ട് ആ ഒരു പട്ടാളക്കാര് അവിടെ തന്നെ നരകിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യുദ്ധമെല്ലാം കഴിഞ്ഞു. ആ പട്ടാളക്കാരെ തിരിച്ചയക്കാണ് ഇപ്പൊ റഷ്യ. തിരിച്ചു നാട്ടിലേക്കുള്ള അവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ അത് അത്രയും നരകതുല്യമായ യാത്രയായിരുന്നു. കപ്പലിൽ വരുന്ന സമയത്ത് പലർക്കും പല രോഗവും പിടിപെടുന്നുണ്ട്. എന്തായാലും ആ കൂട്ടത്തിലാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്റർ പ്രജ് ഉള്ളത്. ഇപ്പൊ അവരുടെ കൂട്ടത്തിലെ തന്നെ ഒരു പട്ടാളക്കാരൻ രോഗം വല്ലാതെ മൂർച്ഛിച്ച് മരണപ്പെട്ടു പോവാണ്. അതുകൊണ്ട് തന്നെ കപ്പലിലെ ക്യാപ്റ്റനോട് ഇവരെല്ലാവരും പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തിന്റെ ബോഡി എത്തിക്കണം, അതിന് നിങ്ങൾ സഹായിക്കണം. എന്നാൽ ക്യാപ്റ്റനും ബാക്കിയുള്ള ആൾക്കാരും പറയുന്നത്, തിരിച്ചു പോയാൽ അവിടെ ഒരു ഫാമിലി ഉണ്ടാവുന്ന എന്താ ഉറപ്പ്, നാടൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇവന്റെ ബോഡി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണോ? ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യും, ഇവന്റെ ബോഡി എടുത്ത് കടലിൽ ഇട്ടേക്കെന്ന് പറയാണ്. എല്ലാവരും ഇത് വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ് കേട്ടോ. അതായത് ഈ യുദ്ധസമയത്ത് പട്ടാളക്കാർക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ്, എന്നാൽ അത് കഴിഞ്ഞപ്പോഴോ അവർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല. ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ടാണ് കൂട്ടുകാരന്റെ മൃതദേഹം അവർ ആ ഒരു കടലിലേക്ക് എറിയുന്നത്. പിന്നീട് ആ ഒരു കപ്പൽ വീണ്ടും യാത്രയാവാണ്, ഓസ്ട്രേലിയയിലേക്ക് എത്തി. ഒന്നും അല്ലാതെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ പട്ടാളക്കാർക്ക് ചോദിക്കാനുള്ളത് അവരുടെ ആ ഒരു ഹെഡ് മാത്രമാണ്. ഹെഡിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്. എന്നാൽ ഈ പട്ടാളക്കാരുടെ ഹെഡ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, മക്കളെ നിങ്ങൾക്ക് എവിടെ വെച്ചൊരു മെഡൽ തന്ന് ആദരിക്കാനൊന്നും പറ്റില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്, യുദ്ധമെല്ലാം കഴിഞ്ഞു, അതിന്റെ ആ ഒരു കെടുതിയിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം നോക്കിക്കോണം. നിങ്ങൾക്കെല്ലാം ഫാമിലി ഉണ്ടല്ലോ, ഫാമിലിയിലേക്ക് തിരിച്ചു പോവുക. ഇനി ഫാമിലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പുതിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കുക, കല്യാണം കഴിക്കുക, അവളുടെ കൂടെ ജീവിക്കുക. ഇനിയിപ്പോൾ ഇതിനൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, അതായത് കുടുംബമോ സമ്പാദ്യമോ ഒന്നും ഇല്ലാത്ത പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഹോസ്റ്റൽ കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 നേരം അവിടുന്ന് ഭക്ഷിക്കാനുള്ളത് കിട്ടും, ഫ്രീ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും പോവാം. യാതൊരു ദയയില്ലാതെ ഈ പട്ടാളക്കാര് ഇവരുടെ ഹെഡ് അപമാനിക്കുകയാണ്. അതായത് യുദ്ധത്തിന് പോകുമ്പോൾ ഇയാളൊക്കെ പറഞ്ഞ എന്താണെന്നറിയോ, ഇത് നമ്മുടെ രാജ്യമാണ്, ഈ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് എന്നൊക്കെ പറഞ്ഞ് തിരികേറ്റി വിട്ടതാണ്. തിരിച്ചു വന്നപ്പോ എന്താ അവസ്ഥ, പുല്ലു വില, ഒരു വില കൊടുക്കുന്നില്ല. പട്ടാളക്കാർക്കെല്ലാം ആകെ മനസ്സ് മടുത്തുകൊണ്ടുമാണ്. ഇവരിങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവന്ന് തന്നെ പീറ്റർ പ്രജ് ആണ്. ഇതെല്ലാം വിധിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതിയിട്ട് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പീറ്റർ അത്യാവശ്യം സമ്പന്നമായിട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ്. സോ അവന് വീട്ടിലേക്ക് തിരിച്ചു പോകാം. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ അതുപോലെ ആയിരുന്നില്ല. ആ ഒരു മിലിറ്ററി ഹെഡ് പറഞ്ഞതുപോലെ തന്നെ ആ ഹോസ്റ്റലിലേക്കാണ് ബാക്കിയുള്ള എല്ലാവരും പോകാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് പീറ്റർ പറയാണ്, നിങ്ങൾ എന്തായാലും തൽക്കാലം അങ്ങോട്ടേക്ക് പോയിക്കോ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ അഡ്രസ്സ്, നിങ്ങൾ കയ്യിൽ വെച്ചോ, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വന്ന് നിങ്ങളെ കണ്ടോളാന്ന് പറയാണ്. അങ്ങനെ പീറ്റർ അവന്റെ ആ ഒരു ടീമിനെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാണ്. പീറ്റർ നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു വീടാണ്, ഭാര്യയുണ്ട്, അതുപോലെ തന്നെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. അവനെ കാണാനുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് പീറ്റർ വേഗം ഇങ്ങോട്ടേക്ക് വന്നത്. വന്ന പാട് തന്നെ വാതിൽ തട്ടി. വാതിൽ തുറന്നത് സെർവന്റ് ആയിരുന്നു. അപ്പൊ ഭാര്യയും കുഞ്ഞും എവിടെയും ചോദിക്കുമ്പോൾ സെർവന്റ് പറയാണ്, അവരിവിടുന്ന് പോയിന്നോ, എങ്ങോട്ടേക്ക്? അവനാകെ പേടിച്ചു പോവാണ്. അത് പിന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് നീ എവിടെയായിരുന്നു, നീ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പലവന്മാർക്കും കുത്തിക്കഴപ്പ് കയറി അവരിങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അവളാകെ പേടിച്ചു പോയി. അതുകൊണ്ടാണ് ഈ സ്ഥലം ഉപേക്ഷിച്ച് അവൾ പോയത്. പുറത്ത് എവിടെയോ ചെറിയൊരു വീടെടുത്ത് അവളും കുഞ്ഞും അവിടെയാണ് ഇപ്പൊ താമസം. ഇത് കേട്ട സമയത്ത് പീറ്റർ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. മാത്രല്ല രാജ്യത്തിന് വേണ്ടി യുദ്ധമെല്ലാം ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഒന്നുമില്ല, അവന് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ സീൻ കട്ടായി മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. രാത്രി ഒരു തെരുവിലൂടെ ഒരു പട്ടാളക്കാരൻ നമ്മുടെ പീറ്ററിന്റെ വീട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് രാവിലെ പീറ്ററിന്റെ അടുത്ത് നിന്ന് പോയില്ലേ ഒരു കൂട്ടം ആൾക്കാർ, അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നോ എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ഒക്കെ കൊടുത്തല്ലോ. അപ്പൊ ആ ഒരു അഡ്രസ്സും കയ്യിൽ വെച്ച് പീറ്ററിനെ തേടി വരികയാണ് ഈ പട്ടാളക്കാരൻ. ഇയാളുടെ പേര് ബെഞ്ചി എന്നാണ്. എന്നാൽ അർദ്ധരാത്രിയിൽ ആ തെരുവിലൂടെ വരുന്ന ഈ ബെഞ്ചിയെ ആരാണെന്നറിയില്ല മുഖം മൂടിയിട്ട ഒരാള് ഇരുട്ടത്തേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. പിന്നീട് അവിടെ വെച്ച് ബെഞ്ചിയുടെ ചെറിയൊരു കരച്ചിലും കേൾക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയായി. ആ നാട്ടിലുള്ള എല്ലാവരും ആ ഒരു വാർത്ത കേട്ടാണ് അന്ന് ഉണർന്നത്. അതായത് നഗരത്തിൽ വലിയൊരു കൊലപാതകം നടന്നിരിക്കുന്നു, അതിക്രൂരമായ കൊലപാതകം. കേസ് അന്വേഷിക്കാനായിട്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇയാളുടെ പേര് റണ്ണർ എന്നാണ്. അതുപോലെ തന്നെ ഫോറൻസിക് എക്സാമിനേഷൻ നടത്താനായിട്ട് ഒരു ലേഡി ഡോക്ടറും വന്നിട്ടുണ്ട്. അവരുടെ പേര് തെരേസ കോർണർ എന്നാണ്. അങ്ങനെ ഡോക്ടർ വന്ന് ആ മരിച്ച ആളുടെ ബോഡി അത് പരിശോധിക്കുന്ന സമയത്ത് ഇയാളുടെ കൈയും കാലൊക്കെ ഈ കുരിശിൽ തറച്ചു വെച്ചതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല കൂർത്ത മരത്തിന്റെ കമ്പുകൾ ഉണ്ടല്ലോ, ഇയാളുടെ ദേഹത്ത് ഒരുപാട് തവണ അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇയാൾക്ക് ജീവനുള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു മരക്കഷ്ണങ്ങൾ അടിച്ച് കയറ്റിയിരിക്കുന്നത്. അതായത് അത്രയും ക്രൂരമായിട്ടാണ് ഈ മനുഷ്യനെ കൊന്നിരിക്കുന്നത്. വല്ലാത്തൊരു
പക വെച്ച് ചെയ്തതുപോലെ തന്നെ ഈ മരിച്ചിരിക്കുന്ന ആള് മറ്റാരുമല്ല, ഇന്നലെ രാത്രി നമ്മുടെ പീറ്ററിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് വന്ന ബെഞ്ചി ഉണ്ടല്ലോ, ആ പട്ടാളക്കാരനായിരുന്നു. ഇപ്പൊ അവന്റെ പോക്കറ്റിൽ നിന്നും നമ്മുടെ പീറ്ററിന്റെ അഡ്രസ്സ് കിട്ടുകയാണ്. അപ്പൊ ഇത് കണ്ട സമയത്ത് റണ്ണർ വിചാരിക്കുകയാണ് ഇത് പീറ്ററിന്റെ അഡ്രസ്സ് അല്ലേ, അവനിപ്പോൾ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നത്. അതായത് ഈ റണ്ണറിന്റെ ഒരു പഴയ കൂട്ടുകാരനാണ് പീറ്റർ. പണ്ട് പീറ്റർ പോലീസിലായിരുന്നു. മാത്രമല്ല ഈ റണ്ണറും പീറ്ററും കൂടെ കുറച്ച് കേസുകളൊക്കെ അന്വേഷിച്ചിട്ടുമുണ്ട്. ഇപ്പൊ ഈ റണ്ണറിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഒരു കോൺസ്റ്റബിൾ പയ്യനാണ്, പേര് പോൾ സെർവിൻ ആണ്. അപ്പൊ ഈ പോൾ സെർവിനോട് പറയാണ് നീ പോയിട്ട് എന്തായാലും ഈ പീറ്ററിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്ന്. എന്നാൽ സെർവിൻ വിചാരിച്ചു ഈ കൊലക്കേസിൽ സംശയം ഉള്ളത് കൊണ്ടാണ് പീറ്ററിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്ങനെ ഈ പോൾ സെർവിനും മറ്റൊരു പോലീസുകാരനും കൂടെ പോയിട്ട് പീറ്ററിനെ കുറച്ച് മോശമായ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് കയ്യിൽ വിലങ്ങെല്ലാം വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സ്റ്റേഷനിലെത്തിയ സമയത്താണ് റണ്ണർ ഈ കാര്യമൊക്കെ കാണുന്നത് കേട്ടോ. ഇപ്പൊ റണ്ണർ പറയാണ് എന്റെ സെർവിനെ നീ എന്തേ കാണിച്ചേ, ഇവനല്ല കുറ്റവാളി, ഇവൻ എന്റെ കൂട്ടുകാരനാ, ഇവന്റെ അഡ്രസ് ആണ് ആ മരിച്ച പട്ടാളക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത്, അതുകൊണ്ട് ഇവനെ കൊണ്ടുവരാൻ പറഞ്ഞേ ഉള്ളൂ. പോൾ സെർവിൻ നിന്റെ ഈ എടുത്തുചാട്ടം ആദ്യം നീ ഒഴിവാക്കണമെന്ന് ഇപ്പൊ റണ്ണർ വാണിംഗ് കൊടുക്കാണ്. എന്തായാലും ഇതിനുശേഷം പീറ്ററിന്റെ അടുത്തേക്ക് വന്നിട്ട് റണ്ണർ പറയാണ് നീ എപ്പോഴാ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നത്, സുഖമല്ലേ, ഭാര്യയും കുഞ്ഞൊക്കെ എന്താ ചെയ്യുന്നത്, അവരും സുഖമായിട്ട് ജീവിക്കുന്നില്ലേ, പിന്നെ നീ പട്ടാളത്തിൽ വന്ന സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരിൽ ആർക്കെങ്കിലും നീ നിന്റെ അഡ്രസ്സ് എഴുതി കൊടുത്തായിരുന്നോ? വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ബെഞ്ചി എന്നൊരു പട്ടാളക്കാരന്റെ ബോഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അവന്റെ കീശയിൽ നിന്നും നിന്റെ അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് തന്റെ സുഹൃത്തായിട്ടുള്ള ബെഞ്ചി മരണപ്പെട്ടു എന്നുള്ള വിവരം പീറ്റർ അറിയുന്നത്. അതും വളരെ ബ്രൂട്ടലായിട്ടാണ് ബെഞ്ചിയെ ആരോ കൊന്നിരിക്കുന്നത്. സോ ഈ കാര്യം പറയാനായിട്ട് ഫോറൻസിക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്, തെരേസ കോർണർ. എന്നാൽ തെരേസ ഇപ്പോൾ പീറ്ററിനെ കണ്ടപാട് തന്നെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പീറ്ററിനോട് സംസാരിക്കുന്നത്. അവൾക്ക് നേരത്തെ തന്നെ ഈ പീറ്ററിനെ അറിയാം. എന്തായാലും ഇതിനുശേഷം ഇപ്പൊ പീറ്ററിനെയും കൂട്ടിയിട്ട് ഇവര് നേരെ മോർച്ചറിയിലേക്ക് പോവാണ്, അതായത് ബെഞ്ചിയുടെ ബോഡി കാണിച്ചു കൊടുക്കാനായിട്ട്. വളരെ വിഷമത്തോട് കൂടിയിട്ട് കൂട്ടുകാരന്റെ ആ ഒരു മൃതദേഹം കണ്ട് പീറ്റർ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഈ സമയത്ത് ഡോക്ടർ തെരേസയോട് റണ്ണർ ചോദിക്കുന്നുണ്ട് ഇനി ഇവനെങ്ങാനും ആയിരിക്കും ആ ഒരു കൊലപാതകി. ഈ സമയത്ത് തെരേസ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല സാറേ, കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, സ്നേഹിക്കുന്നവരെ എത്രത്തോളം നല്ല രീതിയിൽ നോക്കുന്ന ആളാണ് ആ മനുഷ്യനെന്ന് നിങ്ങൾക്കറിയില്ല. അല്ല ഞാൻ എന്തിനാ ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ, നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ ഒരുമിച്ച് കുറെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നത്, ആ മനുഷ്യന്റെ കഴിവെന്താണെന്നും അദ്ദേഹം ആരാണെന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കേസ് അന്വേഷിച്ച് ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതായത് തെരേസ വല്ലാണ്ട് തന്നെ പീറ്റർ പെർജിനെ പുകഴ്ത്തുകയാണ്. അതിനൊരു കാരണമുണ്ട്, അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ അർദ്ധരാത്രിയിൽ ബാറിൽ നിന്നും നന്നായിട്ട് മദ്യപിച്ചു പോകുന്ന മറ്റൊരാളെ കാണിക്കുകയാണ്. നന്നായിട്ട് മദ്യപിച്ച് ഒരു ബോധമില്ലാതെയാണ് ആ സ്ട്രീറ്റിലൂടെ ഇയാൾ നടക്കുന്നത്. അങ്ങനെ ആരും ഇല്ലാത്തൊരു ഭാഗത്ത് എത്തിയ സമയത്ത് ആ കില്ലർ ഇയാളെയും പിടിക്കുകയാണ് കേട്ടോ. മറ്റാരും ഇത് കാണുന്നില്ല, ഇയാൾ അവിടുന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരെല്ലാവരും അറിയുന്നത് പുതിയൊരു കൊലപാതകം കൂടെ നടന്നിരിക്കുന്നു. ആ കേസ് അന്വേഷിക്കാനായിട്ട് റണ്ണർ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള പോൾ സെർവിനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ പോൾ സെർവിൻ റണ്ണറിനോട് പറയുന്നത് സാറേ എനിക്ക് നല്ല സംശയമുണ്ട്, നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ പീറ്റർ, അയാൾ തന്നെയാണോ കൊലപാതകിയെന്ന്. കാരണം അയാളുടെ അഡ്രസ് അല്ലേ ആദ്യം മരിച്ച ആ ഒരു ബെഞ്ചിയുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയത്. ഈ സമയത്ത് റണ്ണർ ഈ സെർവിനോട് പറയുന്നുണ്ട് മോനെ നീ ആ ഒരു പീറ്ററിനെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടാ. എടാ മോനെ നീയൊക്കെ വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് ഞാനും അവനൊക്കെ ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അവന്റെ ആ ഒരു ഇന്റലിജൻസ് അത് എത്രത്തോളം ആണെന്ന് ഞാൻ അപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കേസും നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ കൂടെ പീറ്റർ ഉണ്ടാവും, നീ തൽക്കാലം പോയിട്ട് അയാളെ വിളിച്ചിട്ട് വന്ന് പറയണം. അങ്ങനെ കോൺസ്റ്റബിൾ പോൾ സെർവിൻ ഇപ്പോ നമ്മുടെ പീറ്ററിനെ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ പോളിന് വലിയ താല്പര്യമൊന്നുമില്ല, വലിയ ബഹുമാനമൊന്നും കൊടുക്കാതെയാണ് പീറ്ററിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. മാത്രമല്ല മറ്റൊരു പോലീസുകാരനെ വെച്ച് ഈ ക്രൈം സീനിലേക്ക് പീറ്റർ വരുന്നതിനെ തടുക്കുകയാണ് കേട്ടോ. പിന്നീട് ആ ഒരു ക്രൈം സീൻ കാണിക്കുന്നുണ്ട്. അവിടെ പോലീസുകാരും കൂടെ തന്നെ നമ്മുടെ ഡോക്ടർ തെരേസ കോർണറും വന്ന് നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പൊ കിട്ടിയ ഈ രണ്ടാമത്തെ ബോഡി ഉണ്ടല്ലോ അത് ആരുടേതാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ആദ്യത്തെ ആളെ കൊന്നില്ലേ അതിനേക്കാൾ ബ്രൂട്ടലായിട്ടാണ് രണ്ടാമത്തെ ആളെ കൊന്നിരിക്കുന്നത്. പുറത്ത് ഈ പട്ടിയുടെ നഖം വെച്ച് എന്തൊക്കെയോ മാന്തിയതുപോലെ. അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ തല വെട്ടിമുറിച്ചെടുത്ത് കളഞ്ഞിട്ടുമുണ്ട്. പിന്നീട് ശരീരത്തിന്റെ പല ഭാഗവും വെട്ടിമുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് പറയാം. അന്നത്തെ കാലത്ത് ഇന്നത്തെ അത്രയും ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മരിച്ച ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം തലയുണ്ടെങ്കിലല്ലേ ആ ഒരു ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പീറ്റർ കുറച്ച് ദൂരെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ക്രൈം സീനിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതായത് ഇയാൾ മരിച്ച രീതി എങ്ങനെയാണെന്നൊക്കെ നന്നായിട്ട് തന്നെ പീറ്റർ ഒബ്സർവ് ചെയ്യാണ്. എന്തായാലും കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. എന്നാൽ പീറ്ററിന് ചെറിയൊരു സൂചന കിട്ടുകയാണ്. അവൻ ഈ കാര്യം നമ്മുടെ തെരേസയോട് പറയുന്നുണ്ട്. അതായത് 2 മരണങ്ങൾ നടന്നില്ലേ, ഒരാളുടെ ദേഹത്ത് ഒരുപാട് കമ്പും കഷ്ണങ്ങൾ അടിച്ചു കയറ്റി കൊന്നില്ലേ, അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ തല വെട്ടി പുറത്ത് എന്തോ മുള്ളുകമ്പി കൊണ്ട് ഉരച്ചതുപോലെയുള്ള മുറികളില്ലേ, ഇതെല്ലാം ശരിക്കും പട്ടാള ക്യാമ്പിൽ കൊടുക്കുന്ന ശിക്ഷകളാണ്. ക്യാമ്പിൽ വെച്ച് എന്തെങ്കിലും വലിയ തെറ്റുകൾ ചെയ്താൽ അപ്പൊ കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് ഇതൊക്കെ. പിന്നെ വേറെയും ചില കാര്യങ്ങളൊക്കെ പീറ്റർ ഇപ്പോൾ തെരേസക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം രണ്ടുപേരും ഒരു കോഫി ഷോപ്പിൽ കയറുകയാണ്. അപ്പൊ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ തെരേസ ഒറ്റയടിക്ക് പീറ്ററിന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുകയാണ്. ഭാര്യ ഇപ്പൊ എവിടെയാണ്, കുഞ്ഞിനെന്താ സുഖമല്ലേ എന്നൊക്കെ. എന്നാൽ അത് കേട്ട പാട് തന്നെ പീറ്ററിന്റെ മൂഡ് ആകെ മാറുകയാണ് കേട്ടോ. അവന് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് പോവാണ്. ഇത് കണ്ടപ്പോൾ തെരേസക്ക് എന്നെ ആകെ എന്തോ പോലെയാണ്, ചോദിക്കേണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പീറ്റർ ഇപ്പൊ നേരെ സ്റ്റേഷനിൽ
സ്റ്റേഷനിലേക്ക് പോകണം. അതായത് രണ്ടാമത് മരിച്ച ആളുണ്ടല്ലോ, അയാളുടെ ആ ഒരു ബോഡി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് ആ ഒരു കോൺസ്റ്റബിൾ പയ്യനില്ലേ, പോൾ സെർവിന്, ഇവൻ ആരോടോ കാര്യമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് എത്ര തവണ ഈ പറയുന്നത്, എന്റെ ചേട്ടന്റെ പേര് ജോസഫ് സെർവിന്, അദ്ദേഹം യുദ്ധത്തിന് പോയതാണ്, ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എത്ര തവണയും ഞാൻ നിങ്ങളിങ്ങനെ വിളിക്കുന്നു, എന്റെ ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അപ്പൊ കാര്യമായിട്ട് ആരോടോ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോൾ സെർവിന്. ഇത് കേട്ടുകൊണ്ട് തന്നെ പീറ്റർ ഇപ്പോൾ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതിനുശേഷം ഡോക്ടർ തെരേസയുടെ കൂടെ ആ ഒരു ബോഡി ഒന്നും കൂടെ പരിശോധിക്കുകയാണ് പീറ്റർ. ആ സമയത്ത് മറ്റൊരു കാര്യം കൂടെ ഇവർക്ക് കാണാൻ കഴിഞ്ഞു. അതായത് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ 2 കാലിലെയും മുഴുവൻ വിരലും മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കൈയിലെ മുഴുവൻ വിരലും. എന്നാൽ മറ്റേ കൈയിലെ 4 വിരലും മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒരു വിരല് ബാക്കിയുണ്ട്. അതായത് ഇയാളുടെ 19 വിരൽ ആ ഒരു കില്ലർ മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു വിരൽ ബാക്കിയുണ്ടല്ലോ, അത് വെച്ച് ഈ മരിച്ചു പോയത് ആരാണെന്ന് ഈ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പീറ്റർ നേരെ പോകുന്നത്, പട്ടാളക്കാർ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് വീടും കൂടിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കയറി താമസിക്കാനായിട്ട് ഗവൺമെന്റ് തന്നെ ഒരു ഹോസ്റ്റലിൽ പോയൊരു സംഭവം കിട്ടിയിട്ടില്ലേ. പീറ്ററിന്റെ കൂടെ വന്നവരെല്ലാം നേരെ അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. സോ പീറ്റർ ഇപ്പം നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അവരുടെ കൂടെ അന്ന് ഇങ്ങോട്ടേക്ക് വന്നൊരു പയ്യനുണ്ട്, ആരോണോട് പീറ്റർ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നില്ലേ ബെഞ്ചി ഉണ്ടായിരുന്നത്, അതായത് ആദ്യം മരിച്ചുപോയ ആ ഒരു പട്ടാളക്കാരൻ, അവൻ എന്തിനാണ് ശരിക്കും ഇവിടം വിട്ട് പുറത്തിറങ്ങി പോയത്? നിന്നോട് അവനൊന്നും പറഞ്ഞില്ലേ? എന്താ അവന്റെ പ്രശ്നം? ഈ സമയത്ത് ആരോൺ പറയാണ്, അവൻ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സാറ്. എന്താണെന്നറിയോ, മര്യാദക്ക് ഭക്ഷണം പോലും ഇവിടുന്ന് കിട്ടുന്നില്ല. അതൊക്കെ പോട്ടേന്ന് വെക്കാം, നമ്മൾ ഈ നാടിന് വേണ്ടി പോരാടിയ പട്ടാളക്കാരല്ലേ പീറ്റർ, അതിന്റെ ഒരു ബഹുമാനം വേണ്ട, നമ്മളെക്കൊന്ന് പുച്ഛിക്കാതിരുന്നൂടെ? നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടു, എന്നിട്ടും ഒരു വില ആരും തരുന്നില്ല. നമ്മളൊക്കെ അത് കുറെ സഹിച്ചിരുന്നു, പക്ഷേ ബെഞ്ചിയെ കൊണ്ട് അധികം അത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവൻ ഇവിടം വിട്ട് വന്നത്. മാത്രമല്ല ഇവിടുന്ന് പുറത്തു പോകാൻ വേണ്ടി അവനോട് ആരോ പറയുന്നുണ്ടായിരുന്നു. അതാരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ശരിക്കും ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ബെഞ്ചിയോട് പറഞ്ഞ ആ ഒരു പട്ടാളക്കാരൻ അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആ ഒരു ആലോചനയിലാണ് പീറ്റർ. എന്തായാലും അതിന് മുന്നേ ആയിട്ട് തന്റെ ഭാര്യയും മകനെയും ഒന്ന് കാണുന്നുണ്ട്. അതിനായിട്ട് തന്നെ ഈ നഗരത്തിന്റെ പുറത്തായിട്ട് ചെറിയൊരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു വീട്ടിൽ അവൾ താമസിക്കുന്നുണ്ട്. ആ ലൊക്കേഷനൊക്കെ പീറ്ററിന് അറിയാം. അവളെ തേടി ഇപ്പൊ പീറ്റർ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഇത്രയും വർഷത്തിന് ശേഷം അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ എന്നെ സ്വീകരിക്കുവോ എന്നുള്ള ആ ഒരു പേടി പീറ്ററിന്റെ ഉള്ളിൽ വല്ലാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ദൂരെ നിന്നും അവളൊന്ന് നോക്കുകയാണ്. പക്ഷെ ഭാര്യയുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യം അവൻ ഉണ്ടായിരുന്നില്ല. അവളെങ്ങാനും വല്ലതും പറഞ്ഞാലോ? ആ പേടിയിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ വീട്ടിലെത്തിയ പാടിന് ആ ഒരു സെർവന്റ് അവനോട് ചോദിക്കുകയാണ്, എന്തായി, ഇന്നെങ്കിലും പോയിട്ട് നിന്റെ ഭാര്യനെയും കുഞ്ഞിനെ നീ കണ്ടോ, അവരോട് സംസാരിച്ചോ? പീറ്റർ പറയണേ, ഇല്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ ആ ഒരു സ്ത്രീ പറയാണ്, പോകരുത്, അവളുടെ അടുത്തേക്ക് പോവുകയേ ചെയ്യരുത്. യുദ്ധത്തിന് മുന്നേയും നീ ഇങ്ങനെ ആയിരുന്നല്ലോ, നിന്റെ ഭാര്യയും കുഞ്ഞിനെയും നീ മര്യാദക്ക് നോക്കുമായിരുന്നു. അതുപോലെ തന്നെ നീ പോയി കഴിഞ്ഞപ്പോ ഇവിടെ എന്തൊക്കെ ഉണ്ടായെന്ന് അറിയോ? നിന്റെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, പോലീസുകാരൻ റണ്ണർ, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു. അവളോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് സമ്മതാണോ എന്ന് ചോദിക്കും. ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൾ ഇവിടുന്ന് പോയത് തന്നെ. ഇത് കേട്ട സമയത്ത് നമ്മുടെ പീറ്ററിന്റെ രക്തം കിടന്ന് തിളക്കുകയാണ് കേട്ടോ. അതായത് അവനില്ലാത്ത സമയത്ത് അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ആ പ്രാന്തിൽ അവൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനല്ല, പോലീസുകാരുടെ ക്യാമ്പിലേക്കാണ്. എത്തിയ വാർഡ് തന്നെ റണ്ണറിനെ വിളിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ട് റണ്ണർ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മിണ്ടും പറയുന്നൊന്നുമില്ല. കണ്ട വാർഡ് തന്നെ അടി തുടങ്ങണം. അടി എന്ന് പറഞ്ഞാൽ കാണുന്നത് പൊന്നീച്ച പാർന്ന അടി കൊണ്ട് ഒരു പരുവായ സമയത്ത് റണ്ണർ ചോദിക്കണം, എന്താ വിഷയം? അപ്പൊ പീറ്റർ പറയുന്നുണ്ട്, നിനക്ക് എന്റെ ഭാര്യയെ തന്നെ വേണമല്ലേ? ഈ സമയത്ത് റണ്ണർ പറയണം, നീ അടങ്ങിയിരിക്കുക, വാ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അതായത് നീ യുദ്ധത്തിന് പോയിട്ട് കുറെ വർഷങ്ങളായിട്ടും തിരിച്ചു വരാത്തത് കൊണ്ട് അവൾ ഒറ്റയ്ക്കല്ലേ, കുഞ്ഞുള്ളയല്ലേ, നീ മരിച്ചു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അവൾക്കൊരു ലൈഫ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് 2-3 തവണ ഞാൻ അവളോട് ചോദിച്ചത്. അതും വളരെ മാന്യമായിട്ട്, മോശമായിട്ട് ഒരു രീതിയിലും ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഒരു 2 വട്ടം അവളോട് ചോദിച്ചപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾ ഒരിക്കലും ഇനി മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് നീയാണ്. അതുപോലെ തന്നെ പീറ്ററെ, ഒരിക്കലും നിന്നെ വഞ്ചിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടില്ല. ഒരു കാര്യം, ഒരു ചിന്ത എന്റെ മനസ്സിലില്ലായിരുന്നു. ഇപ്പൊ പീറ്ററിന് മനസ്സിലായി. അതായത് റണ്ണറിന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല, തെറ്റ് മുഴുവൻ അവന്റെ ഭാഗത്ത് തന്നെയാണ്. അതായത് കുടുംബത്തിനെ നോക്കേണ്ട പോലെ അവൻ നോക്കിയിട്ടില്ല. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ ഡോക്ടർ തെരേസയെ കാണിക്കുകയാണ്. യുദ്ധത്തിൽ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയ പട്ടാളക്കാരുടെ മുഖത്തെ പാടുകളും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ അവൾ തീർത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്നത്തെ കാലത്തെ ചില പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലൊരു പട്ടാളക്കാരന്റെ ഏകദേശം ഒരു 19 പല്ലോളം ഇപ്പൊ നമ്മുടെ തെരേസ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ആ ഒരു പട്ടാളക്കാരൻ ചോദിച്ചു. അപ്പൊ തെരേസ പറയാണ്, നീ ആള് കൊള്ളാം, നിന്റെ 19 പല്ലും ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് ഡോക്ടർ തെരേസയ്ക്ക് അവളുടെ തലയിൽ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് മിങ്ങിപ്പോവാണ്. ഒട്ടും താമസിച്ചില്ല, ഇപ്പൊ തെരേസ വേഗം ഓടിച്ചെന്ന് നോക്കുന്നത് മോർച്ചറിയിലേക്കാണ്. ആദ്യം മരിച്ചുപോയ ബെഞ്ചി ഉണ്ടല്ലോ, അവന്റെ ബോഡി നോക്കാനാണ് ഡോക്ടർ തെരേസ പോയത്. എന്തിനാണെന്നല്ലേ, അവന്റെ ശരീരത്തിൽ എത്രത്തോളം കമ്പുകൾ ആ ഒരു കില്ലർ അടിച്ചു കയറ്റി എന്നറിയാൻ വേണ്ടിയിട്ട്. ദേഹത്ത് കയറിയ കമ്പുകളൊക്കെ അന്ന് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ദേഹത്ത് എത്ര മുറിവുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ അന്ന് എത്ര കമ്പുകൾ അടിച്ചു കയറ്റി എന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഡോക്ടർ തെരേസ നോക്കിയ സമയത്ത് ഒരു കാര്യം കണ്ട് അവരൊന്ന് ഷോക്കായി പോവാണ്. സോ ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പീറ്ററിനോട് പറയണം. പീറ്ററിനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. പീറ്റർ ആകെ മാനസികമായിട്ട് തകർന്നു പോയി. ഭാര്യയുടെ അടുത്തേക്ക് പോകാനും പറ്റുന്നില്ല, ആ ഒരു പേടിയുണ്ട്. എല്ലാം കൂടിയായിട്ട് മദ്യപിച്ച് ലക്ക് കെട്ട് ബാർ കിടന്ന് അലമ്പുണ്ടാക്കി
മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ആൾക്കാരെന്നെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയാണ്. അപ്പൊ ഈ ഒരു കാര്യമാണ് ആര് കാണുന്നത്? ഡോക്ടർ തെരേസ കാണുന്നത്. സോ ഈ സമയത്ത് എന്തായാലും പീറ്ററിനോട് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഈ പീറ്ററിനെ തേടിക്കൊണ്ട് ഈ തെരേസ പോയ കാര്യം ആര് കണ്ടു? പോൾ സെർവിൻ കാണാണ്, ആ ഒരു കോൺസ്റ്റബിൾ. അപ്പൊ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്, അയാൾ എന്തിനാ തേടി പോയത് എന്നൊക്കെ ഈ പോള് ചോദിച്ചപ്പോൾ എനിക്ക് അയാളോടൊരു കാര്യം പറയാണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ സമയത്ത് പോൾ സെർവിൻ ചോദിക്കുകയാണ്, ഓഹോ, പോലീസുകാരായ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പോലീസുകാരൻ പോലും അല്ലാത്ത അയാളോടാണോ നീ ഈ കാര്യം പറയാൻ പോകുന്നത്? ശരിക്കും ഈ കൊലപാതകം എല്ലാം ചെയ്തത് അയാൾ തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഈ നേരത്ത് തെരേസ പറയാണ്, നീ വീണ്ടും വീണ്ടും ആ ഒരു മനുഷ്യനെ തെറ്റിദ്ധരിക്കുകയാണ്. നീ പോയിട്ട് ആദ്യം ആരായിരുന്നു ആ ഒരു മനുഷ്യനെന്ന് ഒന്ന് പഠിച്ചു നോക്ക്. നിങ്ങളുടെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും ഒരുപാട് ഫയലുകൾ. എന്തായാലും നീ അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ നഗരത്തിൽ ഒരു സൈക്കോ സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി തുണ്ടും തുണ്ടമായി വെട്ടി നുറുക്കി അവരുടെ ഇറച്ചി തിന്നുന്ന ഒരു പക്ക ക്യാനിബൽ സൈക്കോ. ഒരു ദിവസം അവന്റെ കയ്യിൽ ഞാൻ പെട്ടുപോയി. മരിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാ. പക്ഷേ എങ്ങനെയൊക്കെയോ എന്നെ തേടി വന്ന് ആ കില്ലറെ കൊന്നുകളഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തിയത് പീറ്ററാണ്. ആ ബഹുമാനം എനിക്ക് അദ്ദേഹത്തോട് ഇപ്പോഴും ഉണ്ട്. ഒരു കേസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ അയാൾ ഭയങ്കര കണ്ണിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച ആ ഒരു കാര്യം അത് എത്രയും പെട്ടെന്ന് തന്നെ പീറ്ററിനോട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്താന്ന് നിന്നോടും പറയാം. അതൊരു നമ്പറാണ് 19. ഇത് കേട്ട സമയത്ത് പോൾ സെർവിൻ ചോദിക്കുകയാണ്, 19ഓ? എന്തപ്പോ ആ ഒരു നമ്പറിന് എത്ര പ്രത്യേകത? അതായത് രണ്ടാമത് മരിച്ചുപോയ റോണി, അവന്റെ ശരീരത്തിൽ നിന്നും 19 വിരലാണ് ആ ഒരു കില്ലർ വെട്ടി മുറിച്ചെടുത്തത്. അതുപോലെ ആദ്യം മരിച്ചുപോയ ബെഞ്ചി എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരൻ, അവന്റെ ശരീരത്തിൽ 19 തവണയാണ് ആ ഒരു മരക്കഷ്ണങ്ങൾ കില്ലർ അടിച്ചു കയറ്റിയിരിക്കുന്നത്. അതായത് കോമൺ ആയിട്ട് ഈ രണ്ട് കൊലപാതകങ്ങളിലും കാണാൻ കഴിയുന്നത് 19 എന്ന ഒരു നമ്പറാണ്. അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതും പറഞ്ഞ് ഡോക്ടർ തെരേസ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ പീറ്ററിന്റെ അവസ്ഥ വളരെ മോശമാണ്. കള്ളു കുടിച്ച് ഒരു ബോധമില്ലാതെ ആ തെരുവിലൂടെ അങ്ങനെ ആടി ആടി നടക്കുകയാണ്. ആ രാത്രിയിൽ കില്ലർ ഇപ്പൊ പീറ്ററിനെയും സ്പോട്ട് ചെയ്യാണ്. ഇന്ന് തന്നെ അവനെ സ്കെച്ച് ചെയ്ത് തൂക്കാനാണ് ആ ഒരു കില്ലറിന്റെ പദ്ധതി. എന്നാൽ ആ സമയത്ത് അതിലൂടെ 2 പോലീസുകാർ പോകുന്നുണ്ട് കേട്ടോ. അവരോട് എന്തോ 2 അലമ്പ് വർത്താനൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം പീറ്റർ നേരെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചർച്ചിലേക്ക് പോവാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ചർച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ പീറ്റർ നേരെ ചർച്ചിന്റെ ഉള്ളിലേക്ക് വന്നിട്ട്, ദൈവമേ, നീ എന്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ലേ? എന്തിനാ ഇങ്ങനെ ഒരു ജന്മം എനിക്ക്? എന്തൊരു നശിച്ച ലൈഫാണ് എന്റേത്. എന്റെ ഭാര്യയും കുഞ്ഞും അവരെന്നെ വിട്ടുപോയി. ഇനി അവരെന്റെ അടുത്തേക്ക് വരുമോ? എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഒരു ഗതി? ഇവിടെ ദൈവമൊന്നുമില്ല, നിങ്ങളൊന്നും ഇവിടെ ഇല്ലാന്നേ. ഇതും പറഞ്ഞിട്ട് അവിടെ മൂത്രമൊഴിച്ചു വെക്കുകയാണ്. ചെയ്തത് പക്കാ തെമ്മാടിത്തരല്ലേ? ഇത് കണ്ട ആ ഒരു മുത്തശ്ശി പറയണ്, ആരാടാ നീ എന്താ ചെയ്യുന്നത്? ആഹാ, പോലീസിനെ വിളിച്ച് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു മുത്തശ്ശി പുറത്തേക്ക് പോവാണ്. ശരിക്കും ഈ പീറ്ററിന്റെ ലൈഫിൽ ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ആ യുദ്ധത്തിൽ പോയി ഇവരുടെ മാനസിക നിലയൊക്കെ ആകെ തെറ്റിപ്പോയിട്ടുണ്ട്. പീറ്ററിന്റെ മാത്രമല്ല, കൂടെയുള്ള എല്ലാ പട്ടാളക്കാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് വളരെ വീക്കാണ് കേട്ടോ. അത്രയും വീക്കായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് പീറ്റർ ഇവിടെ. അതുപോലെ തന്നെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഇപ്പൊ അവന്റെ അരികിലേക്ക് ആ കില്ലർ പതിയെ വരികയാണ്. കില്ലറിന്റെ കയ്യിൽ ആ ഒരു കയറും ഉണ്ടായിരുന്നു. ആ 2 പേരെയും പിടിച്ചതുപോലെ തന്നെ പീറ്ററിനെയും പിടിക്കുകയാണ്. കഴുത്തിൽ ആ ഒരു കയറ് വെച്ച് അമർത്തി പിന്നിലേക്ക് വലിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ നേരത്തെ ആ ഒരു മുത്തശ്ശി പോലീസുകാരെ വിളിക്കാൻ വേണ്ടി പോയല്ലോ, 2 പോലീസുകാരെയും കൂട്ടിയിട്ട് മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നു. എന്നാൽ പോലീസുകാരെ കണ്ടതുകൊണ്ട് മാത്രം ആ ഒരു കില്ലർ കയറും വിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. അതുകൊണ്ട് മാത്രം പീറ്റർ രക്ഷപ്പെട്ടു. എന്തായാലും പള്ളിയുടെ ഉള്ളിൽ കയറി മൂത്രം ഒഴിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ അവനെ വന്ന് ജാമ്യത്തിൽ ഇറക്കുന്നത് അത് മറ്റാരുമല്ല, പോൾ സെർവിനാണ്, ആ ഒരു കോൺസ്റ്റബിൾ. പീറ്ററിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഈ പോൾ സെർവിന്. എന്നാൽ ഇന്നലെ നമ്മുടെ തെരേസ പറഞ്ഞ ആ ഒരു കഥയെല്ലാം കേട്ട സമയത്ത് പീറ്ററിനോട് എന്തോ ഒരു ആരാധന ഈ പോൾ സെർവിന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് പീറ്ററിനെ ജാമ്യത്തിലെടുത്തത്. പിന്നീട് സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന സമയത്ത് പീറ്റർ ഇപ്പോൾ പോളിനോടൊരു കാര്യം പറയണം. എടാ, നിന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിക്കുകയാണ്. പക്ഷേ എന്തോ എനിക്കൊരു പേടി നിന്നോടത് പറയാൻ വേണ്ടി. എന്നാൽ ഇനി അത് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതായത് നീ തേടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ചേട്ടനുണ്ടല്ലോ, ജോസഫ് സെർവിൻ, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ക്യാമ്പിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ തന്നെ പോൾ സെർവിൻ, നീ നിന്റെ ചേട്ടനായിട്ടുള്ള ജോസഫ് സെർവിനെ ഇനി അന്വേഷിച്ച് പോകണ്ട. അവൻ മരിച്ചു കഴിഞ്ഞു. അവൻ എന്തായാലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ചേട്ടൻ മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം പോൾ സെർവിൻ കേട്ട സമയത്തുണ്ടല്ലോ, അവന്റെ കാലും കൈയും വിറക്കാൻ തുടങ്ങുകയാണ്. പോളിന് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ചേട്ടനായിട്ടുള്ള ജോസഫിനെ അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നടക്കാൻ പോലും കഴിയാത്ത നമ്മുടെ പോളിനെയും കൂടി പീറ്റർ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ വെച്ച് പോളും അവന്റെ ചേട്ടനെയും ആ ഒരു കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചെറുപ്പത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ ചേട്ടനും ഞാനും, ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ 2 പേരും സാറ്റ് കളിക്കായിരുന്നു. അതായത് ഒളിച്ചു കളിക്കുന്ന ആ ഒരു കളി ഉണ്ടല്ലോ. ആ നേരത്തെ എന്റെ ചേട്ടൻ ജോസഫ് എണ്ണാൻ നിന്നു. ഞാൻ പോയി ഒളിച്ചത് ഒരു ചെറിയ തോണിയിലായിരുന്നു. ആ നേരം നോക്കി ഭയങ്കരമായിട്ടുള്ള മഴയും പെയ്തു, ഭയങ്കരമായിട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്കും. ഈ തോണി കുറച്ച് മുന്നോട്ടേക്ക് പോയി. എന്നെ കാണാതായി. നാട്ടുകാർ മുഴുവൻ അങ്ങോട്ടേക്ക് വന്ന് ഒരുപാട് നേരം തിരഞ്ഞു. എന്നാൽ ശക്തമായ മഴയും വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ ഉള്ളത് കൊണ്ട് അധിക നേരം ആരും അവിടെ നിന്നില്ല. പക്ഷെ എന്റെ ചേട്ടനുണ്ടല്ലോ, അദ്ദേഹത്തിന് ആ ഒരു ജീവൻ പോലും നോക്കാതെ ഒരുപാട് നേരം അവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന അത്രയും നേരം എന്നെ സെർച്ച് ചെയ്തു. അവസാനം എന്നെ കണ്ടുപിടിച്ചു. അന്ന് എന്റെ ചേട്ടൻ ആ ഒരു ധൈര്യം കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ജീവനോട് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്.
ഒരിക്കലും എന്റെ ചേട്ടനോടുള്ള ആ ഒരു കടപ്പാട് എന്നെ കൊണ്ട് മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്റെ താളം തെറ്റിപ്പോയത്. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ ചേട്ടൻ തിരിച്ചു വരുമെന്ന്. എന്റെ അടുത്തേക്ക് വരും, എന്നെ പോളേന്ന് വിളിക്കും, എന്നെ കെട്ടിപ്പിടിക്കുന്നൊക്കെ. പക്ഷെ ഇതൊന്നും ഇനി സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? എന്താ പറയാ, വിധി തന്നെ. ഈ യുദ്ധം കാരണം നഷ്ടമില്ലാതെ നമ്മൾക്ക് വേറെ ഒന്നും ഉണ്ടാവുന്നില്ല അല്ലേ? എന്തായാലും ഇതിനുശേഷം നമ്മുടെ ഡോക്ടർ തെരേസയെ കാണാൻ വേണ്ടി പീറ്റർ ഒരു കോഫി ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. അതായത് മൂന്നാമത് ഒരു കൊലപാതകം കൂടെ നടന്നിരിക്കുകയാണ്. അതെങ്ങനെയാണെന്നും കൂടെ ഇപ്പൊ ഡോക്ടർ തെരേസ പീറ്ററിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മരിച്ചുപോയ ആളുടെ പേര് ഫിലിപ്പ് എന്നാണ്. ആളൊരു പട്ടാളക്കാരനാണ്. ഇയാളെ ഈ ഒരു കില്ലർ കൊന്നിരിക്കുന്നത് എലികളെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഇയാളെ ഒരു കൂടിന് മുകളിൽ ഇരുത്തി ഇയാളുടെ അരയുടെ ഭാഗം മാത്രം ആ കൂടിന്റെ ഉള്ളിലാണ്. മാത്രമല്ല ആ കൂടിന്റെ ഉള്ളിൽ ഒരുപാട് ദിവസം ഭക്ഷണം കൊടുക്കാതെ വളർത്തിയിരിക്കുന്ന എലികളായിരുന്നു. അങ്ങനെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ എലികൾ എന്താക്കി, ഈ കൂട്ടിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച ഈ ഫിലിപ്പിന്റെ അരഭാഗം മുഴുവനായിട്ട് തിന്ന് തീർത്തു. ജീവനോടെ ആ ഒരു മനുഷ്യന്റെ ഇറച്ചി ആ എലികൾ തിന്നത്. അയാളുടെ തലക്കോ മുഖത്തിനോ ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ മരിച്ചത് ആരാണെന്ന് പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഡോക്ടർ തെരേസ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കൊടുക്കാതെ എലികളെ ആ ഒരു കൂട്ടിലിട്ടു എന്ന് പറയുന്നില്ലേ, ആ എലികളുടെ എണ്ണം 19 ആണ്. അപ്പൊ ഈ 3 കൊലപാതകത്തിലും കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന കാര്യം 19 എന്ന് പറഞ്ഞ നമ്പറാണ്. അതുപോലെ തന്നെ രണ്ടാമത് മരിച്ചുപോയ ആ ആളുണ്ടല്ലോ, അയാളുടെ തല നഷ്ടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ ആ കാര്യം പോലീസുകാർ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആളുടെ പേര് റോണി എന്നാണ്. അയാളും ഒരു പട്ടാളക്കാരനാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പീറ്റർ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മരിച്ചുപോയ ഈ 3 ആൾക്കാരും 19 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറും ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മുടെ പീറ്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഈ കാര്യം പറയാനായിട്ട് നേരെ പോകുന്നത് അവന്റെ സുഹൃത്തും അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ റണ്ണർ ഉണ്ടല്ലോ, അയാളുടെ അടുത്തേക്കാണ്. ആ സമയത്ത് അവരൊരു ക്ലബ്ബിലായിരുന്നു. അയാളുടെ കൂടെ വേറെയും കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന പീറ്റർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 3 പേര് ഇപ്പൊ മരണപ്പെട്ടു പോയില്ലേ, ആ 3 പേരെയും കൊന്നിരിക്കുന്ന ആ ഒരു ശിക്ഷാരീതി റഷ്യയിലെ ആ ഒരു തടവറയില് അല്ലെങ്കിൽ റഷ്യക്കാരുടെ ആ ഒരു പട്ടാള ക്യാമ്പിൽ കഴിയുന്ന സമയത്ത് അവിടുന്ന് പട്ടാളക്കാർ രക്ഷപ്പെടാൻ നോക്കിയാൽ കൊടുത്തിരുന്ന ശിക്ഷകളാണ്. ആ ശിക്ഷയുടെ രീതിയിലാണ് ഈ 3 പേരെയും കൊന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു ശിക്ഷാരീതിയുണ്ട് ക്യാമ്പിൽ. ഇതുപോലെ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയിട്ട് പിന്നീട് പിടിക്കപ്പെട്ടാല് ഒരു വലിയ ടാങ്കിൽ അയാളെ കൊണ്ടുപോയിടും. എന്നിട്ട് ആ വെള്ളം മുഴുവനായിട്ടും തണുപ്പിച്ച് കളയും. അതായത് ആ ഐസിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ മരവിച്ച് മരിക്കും. വളരെ ക്രൂരമായ വേറെയും ശിക്ഷാരീതികളുണ്ട്. അതുപോലെ ക്യാമ്പിൽ മറ്റൊരു നിയമം കൂടെ ഉണ്ടായിരുന്നു. ഈ പിടിച്ചുകൊണ്ടുവന്ന പട്ടാളക്കാരൊക്കെ ഓരോ പ്രത്യേകതരം സെക്ഷൻ ആക്കിയിട്ടാണ് നിർത്തിയിരുന്നത്. അത് ഓരോ ബാച്ചുകളാണ്. ആ ബാച്ചിൽ നിന്നും ആരെങ്കിലും ഒരാൾ ചാടി പോയിട്ടുണ്ടെങ്കിൽ അയാളെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബാച്ചിൽ വരുന്ന ഏകദേശം 5000-ഓളം പട്ടാളക്കാരെ റഷ്യൻ പട്ടാളക്കാർ വെട്ടിവെച്ച് കൊന്നുകളയും. ഈ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓരോ ബാച്ചിലും 6 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടാക്കി. അവരുടെ ദൗത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബാച്ചിൽ നിന്നും ആരും രക്ഷപ്പെട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്താൽ അത് ഇവർ നേരത്തെ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാച്ചിലെ ഒരാളല്ല 20 പേര് ഒരുമിച്ച് ചാടി രക്ഷപ്പെടാൻ നോക്കി. അതായത് അവര് രക്ഷപ്പെട്ടിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കി. ഈ 6 അംഗ സംഘം ഈ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അവര് നന്നായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച സമയത്ത് ആ 20 പേര് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുന്നില്ലേ, അതിൽ ഒരാളെ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അയാളുടെ പേര് റുഡോൾഫ് എന്നാണ്. അങ്ങനെ ഈ റുഡോൾഫിനോട് ഇവര് പറയാണ്, അതായത് നിന്റെ കൂടെ രക്ഷപ്പെടാൻ നോക്കുന്ന ആ ഒരു ബാക്കിയുള്ള 19 പേരുണ്ടല്ലോ, അതാരാണെന്ന് പറയുകയാണെങ്കിൽ നിന്നെ കൊല്ലാതെ വിടും. എന്തായാലും നീ അത് പറയണം. കാരണം ആ 19 പേർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലെ 5000 പേരെയും റഷ്യൻ പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ 19 ആൾക്കാരുടെ പേര് പറയാൻ പറയാണ്. മറ്റൊരു നിർവാഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ റുഡോൾഫ് ആ 19 പേരുടെ പേര് പറയാണ്. കൂടെ നിന്നവരെ റുഡോൾഫ് ചതിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? റുഡോൾഫിനൊഴികെ ബാക്കിയുള്ള 19 പേരെയും റഷ്യൻ പട്ടാളക്കാർ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഈ ഒരു കഥ ഇപ്പോൾ പീറ്റർ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള റണ്ണറിനോടും ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്ന സമയത്ത് അവര് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ കഥ ഇപ്പൊ ഞങ്ങളോട് എന്തിനാ പറഞ്ഞതെന്ന്. ആ സമയത്ത് പീറ്റർ പറയാണ്, അന്ന് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 6 പേരടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആരെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് തടുക്കാനായിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പ്, അന്ന് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന 3 പേരാണ് ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്ന 3 പട്ടാളക്കാര്. ഒന്ന് ബെഞ്ചി, ഒന്ന് റോണി, അതുപോലെ തന്നെ ഫിലിപ്പ്. അന്ന് ആ ഒരു ക്യാമ്പിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കിയ 19 പേര് മരിച്ചുപോയില്ലേ, അവർക്ക് വേണ്ടി ആരൊരാൾ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവർ മരിക്കാൻ കാരണമായ ആ ഒരു ഗ്രൂപ്പിലെ 6 പേരെയാണ് അവർ കൊല്ലുന്നത്. ആദ്യം തന്നെ ബെഞ്ചി മരിച്ചല്ലോ, അവന്റെ ദേഹത്തുനിന്ന് കിട്ടിയത് 19 മരകഷ്ണങ്ങളാണ്. പിന്നെ രണ്ടാമത് മരിച്ച റോണി, അവന്റെ ദേഹത്തുണ്ടായിരുന്ന 19 വിരലുകൾ ആ ഒരു കില്ലർ മുറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഫിലിപ്പ്, അവന്റെ അരയുടെ താഴ്ഭാഗം മുഴുവനും എലികളെ കൊണ്ട് തീറ്റിച്ചു, അതും 19 എലികളെ കൊണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ആ 19 പേരില്ലേ അന്ന് മരിച്ചുപോയ, അവർക്ക് വേണ്ടി ആരോ പ്രതികാരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ കില്ലറിന്റെ അടുത്ത ലക്ഷ്യം ബാക്കിയുള്ള 3 ആൾക്കാരാണ്. ആ 3-ൽ 2 ആൾക്കാരുടെ പേര് ഇപ്പോൾ നമ്മുടെ പീറ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ പീറ്റർ പറയാണ്, എന്തായാലും അവന് തേടി പോകേണ്ട ആവശ്യമില്ല, അവൻ മരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 2 പേരുടെ അടുത്തേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണം. സോ അത് ആരാണെന്ന് പീറ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പീറ്റർ പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ റണ്ണർ പറയണം, തൽക്കാലം നീ അങ്ങോട്ടേക്ക് വരണ്ട, നീ ഇവിടെ തന്നെ നിന്നോന്ന് പറയണം. എന്നാൽ റണ്ണർ പോലും അറിയാതെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് നമ്മുടെ പീറ്ററിനെ മറ്റൊരാൾ കൂട്ടുന്നുണ്ട്.
കൊല്ലുന്നുണ്ട് കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ പോൾ സെർവിൻ തന്നെ. ആദ്യമൊക്കെ പോളിന് ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത ഒരാളായിരുന്നു ഈ ഒരു പീറ്റർ. എന്നാൽ പീറ്റർ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം പോൾ ആ ഒരു ബഹുമാനം കൊടുക്കാതിരുന്നില്ല കേട്ടോ. എന്തായാലും ഇവരെല്ലാം പോകുന്നതിന്റെ കൂട്ടത്ത് തന്നെ നൈസായിട്ട് പീറ്ററും അങ്ങോട്ടേക്ക് ചെന്നു, അതായത് 4ാമത്തെ പട്ടാളക്കാരന്റെ വീട്ടിലേക്ക്. എന്നാൽ അവരെത്തുന്നതിന് മുന്നേ തന്നെ ആ കൊലപാതകം നടന്നു കഴിഞ്ഞു. ഇനി ഒരാൾ കൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പീറ്ററും അതുപോലെ തന്നെ പോളും വേഗം അയാളുടെ സ്ഥലത്തേക്ക് പോവാണ്. എന്നാൽ ആ 5ാമത്തെ പട്ടാളക്കാരനെയും അവിടെ കാണാനില്ലായിരുന്നു. അയാൾ മിസ്സിംഗ് ആണ്. സോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗോഡൌൺ മുഴുവനായിട്ടും ഇവര് അരിച്ച് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പീറ്റർ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഐസ് കട്ട് കാണുന്നുണ്ട് കേട്ടോ. പതിയെ അതൊന്ന് തുടച്ചു നോക്കുമ്പോൾ അതിലൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു വെച്ചിരിക്കുന്നു. അത് ഒരു ഐസിന്റെ ഉള്ളിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ മുകളിൽ വെച്ചിരുന്ന ഒരു വലിയ ഐസിന്റെ കഷ്ണം അവന്റെ തലയിലേക്ക് വീകാൻ നിൽക്കാണ് ഇപ്പോ. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ പോൾ ഇപ്പോ പീറ്ററിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇതിനുശേഷം അവർ ആ ഒരു ഏരിയ മുഴുവനായിട്ട് പരിശോധിച്ചപ്പോൾ 19 ഐസ് ബ്ലോക്കുകൾ ഇവർക്ക് കിട്ടുകയാണ്. അതിന്റെ ഓരോന്നിന്റെ ഉള്ളിലും ആ 5ാമത്തെ പട്ടാളക്കാരന്റെ ശരീരത്തിന്റെ പല കഷ്ണങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് അയാളുടെ ശരീരം 19 പീസായിട്ട് ഈ കില്ലർ വെട്ടി നുറുക്കിയിട്ടുണ്ട്. എന്തായാലും ബോഡി റിക്കവർ ചെയ്യണമല്ലോ. അതിനായിട്ട് ആ ഒരു ഐസിന്റെ കഷ്ണങ്ങളൊക്കെ ഇവർ ഉരുക്കി എടുക്കുകയാണ്. എന്തായാലും ആ ഒരു കില്ലർ അയാളുടെ ആ ഒരു പ്രതികാരം വീട്ടി കഴിഞ്ഞു. ജീവനോടെയുള്ള 6 പട്ടാളക്കാരായിരുന്നല്ലോ ആ ഗ്രൂപ്പിൽ അന്ന് ഉണ്ടായിരുന്നത്. ജീവനോടെ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 5 പേരെയും കില്ലർ കൊന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴാണ് നമ്മുടെ പീറ്ററിന് ഒരു സംശയം തോന്നുന്നത്. മിക്കവാറും ഈ കൊലപാതകം എല്ലാം ചെയ്യുന്നത് 20ാമത്തെ ആളായിട്ടുള്ള റുഡോൾഫ് ആയിരിക്കുമോ? കാരണം റുഡോൾഫ് കാരണല്ലേ ആ ഒരു 19 പേര് ആരാണെന്ന് ആ 6 പേർക്ക് മനസ്സിലായത്, പിന്നീട് ആ 19 പേരെ കൊന്നത്. സോ ആ ഒരു മാനസിക വിഷമത്തിൽ ഈ 6 പേരെയും കൊല്ലാനായിട്ട് വന്നത് റുഡോൾഫ് ആയിരിക്കുമോ? അങ്ങനെ ഒരു തോന്നല് നമ്മുടെ പീറ്ററിന് വരികയാണ്. അതുകൊണ്ട് തന്നെ നേരെ റുഡോൾഫിനെയും തേടി പോകുന്നത് ആ ഒരു ഹോസ്റ്റൽ ഉണ്ടല്ലോ, പട്ടാളക്കാർ താമസിക്കുന്ന ഹോസ്റ്റൽ, അങ്ങോട്ടേക്ക് പീറ്റർ ചെല്ലുകയാണ്. അവിടെ എപ്പോ പോയാലും വേഗം തന്നെ നമ്മുടെ പീറ്റർ ആരോന്റെ അടുത്തേക്ക് ചെല്ലുക. അതായത് ആ ഒരു ചെറുക്കൻ പട്ടാളക്കാരനുണ്ടല്ലോ അവന്റെ അടുത്തേക്ക്. അപ്പൊ ആരോന്റെ അടുത്തേക്ക് എത്തിയ ഉടനെ ചോദിക്കുകയാണ്, എടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു റുഡോൾഫ് ഇല്ലേ, അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. സോ ഇവർ ഈ കാര്യം സംസാരിക്കുന്നത് കുറച്ച് അപ്പുറത്തുണ്ടായിരുന്ന റുഡോൾഫ് കേൾക്കുകയാണ്. പണി പാളിയെന്ന് റുഡോൾഫിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടത്തിൽ വന്ന ഒരു പോലീസുകാരനെ പെട്ടെന്ന് തന്നെ റുഡോൾഫ് പിടിക്കുന്നുണ്ട്. അയാളുടെ കഴുത്തിൽ കത്തി വെക്കാണ്. ആ സമയത്ത് പീറ്റർ പറയുന്നുണ്ട്, റുഡോൾഫെ നീ അടങ്ങിയിരിക്കണം, ഒന്നും ചെയ്യരുത്, അബദ്ധം കാണിക്കരുത്, നിനക്കൊരു പ്രശ്നവും വരില്ല എന്ന് പറയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് റണ്ണറും ബാക്കിയുള്ള പോലീസുകാരും എത്തിയിട്ടുണ്ട്. എന്തായാലും പീറ്റർ ഇങ്ങനെ ഒരു വാക്ക്, നിനക്കൊന്നും സംഭവിക്കില്ല, നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊരു വാക്ക് കൊടുത്തതുകൊണ്ട് റുഡോൾഫ് ആ വന്ന പോലീസുകാരന്റെ കഴുത്തിൽ നിന്നും കത്തിയെടുക്കുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ പീറ്ററിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ പോലീസുകാരൻ റണ്ണർ, അപ്പൊ തന്നെ റുഡോൾഫിന്റെ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊന്നുകളയാണ്. അതായത് 5 പട്ടാളക്കാരെ കൊന്നുകളഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ അയാളെ കണ്ടുപിടിച്ചു, കൊല്ലുകയും ചെയ്തു. കേസ് ഇവിടെ ക്ലോസ് ആയി. അതുപോലെ തന്നെ റണ്ണർ വന്നിട്ട് പീറ്ററിനോട് പറയാണ്, നീ പേടിക്കുന്ന വേണ്ടടാ, നിന്റെ കഴിവിന് ഉറപ്പായിട്ട് നിനക്ക് വീണ്ടും നമ്മുടെ പോലീസ് ഫോഴ്സിലേക്ക് ചേരാൻ കഴിയും, ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഇവിടെ വെച്ച് തീർന്നല്ലോ. എന്നാൽ പീറ്ററിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില സംശയങ്ങളും ഒരു ഭയം ഉണ്ടായിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില ചോദ്യങ്ങൾ. റുഡോൾഫ് അവൻ തന്നെ ആയിരിക്കുമോ ആ 5 പേരെയും കൊന്നിട്ടുണ്ടാവുക? റുഡോൾഫ് അങ്ങനെ ഒരാളല്ല. പൈശാചികമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ 5 പേരെയും ഇത്ര ക്രൂരമായിട്ട് കൊല്ലാൻ കഴിയുള്ളൂ. ബട്ട് എന്താണെന്ന് നമ്മുടെ പീറ്ററിനും അങ്ങോട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും പീറ്റർ ഇപ്പോ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയ സമയത്ത് അവനൊരു കത്ത് കിട്ടി. ആ കത്ത് കിട്ടിയ സമയത്ത് അവനൊരു കാര്യം ഉറപ്പായി, ശരിയാണ്, റുഡോൾഫ് എല്ലാം ഒരു കില്ലർ മറ്റൊരാളാണ്. ആ കില്ലറാണ് ഇപ്പൊ പീറ്ററിന് വേണ്ടി ഇവിടെ ഒരു കത്ത് വെച്ചിരിക്കുന്നത്. ഏതോ ഒരു ചർച്ചിലേക്ക് നമ്മുടെ പീറ്ററിനോട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ചർച്ചിന്റെ ഏറ്റവും മുകളിലേക്ക്. ഇനി അഥവാ നീ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ നിന്റെ ഭാര്യയും കുഞ്ഞും എന്റെ കയ്യിലാണ്, ഞാൻ അവരിപ്പൊ കൊന്നുകളയും, നിനക്ക് അധികം നേരം സമയമില്ല എന്ന് പറയണം. സോ വേഗം തന്നെ പീറ്റർ ആ ഒരു ചർച്ചിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും പീറ്ററിന് നമ്മുടെ പോൾ സെർവിനെ അറിയിക്കണം. പക്ഷെ അതിനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തെരുവിൽ പത്രം വിറ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു പയ്യനോട് പീറ്റർ ഈ ഒരു കാര്യങ്ങൾ പറയാണ്, എത്രയും പെട്ടെന്ന് പോളിന്റെ അടുത്തേക്ക് പോകണം, ഞാൻ പറയുന്ന വിവരം അവനോട് പറയണമെന്ന് പറയണം. ഇതിനുശേഷം പീറ്റർ നേരെ പോകുന്നത് ആ ഒരു ചർച്ചിലേക്കാണ്. അതിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തി. അവിടെ വെച്ച് ശരിക്കുള്ള ആ ഒരു കില്ലറെ പീറ്റർ കാണുന്നുണ്ട്. പീറ്റർ ആകെ ഞെട്ടിപ്പോയി. നീയോ? അപ്പൊ നീ ആയിരുന്നു ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്? പക്ഷെ നീ എങ്ങനെയാ ജീവനോടെ വന്നത്? അതായത് ആ ഒരു കില്ലറെ കണ്ട് നമ്മുടെ പീറ്ററിന് അത്ഭുതം അടക്കാൻ പറ്റുന്നില്ല. അവൻ ആകെ ഞെട്ടിപ്പോയി. അതിനൊരു കാരണമുണ്ട്. അതുപോലെ തന്നെ പീറ്റർ പറയാണ്, ദയവ് ചെയ്തിട്ട് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തു, എന്റെ ഭാര്യയും കുഞ്ഞിനെയും അവരൊന്നും ചെയ്യരുത്. എവിടെയെന്ന് ആ ഒരു കില്ലറോട് ചോദിക്കുമ്പോൾ കില്ലർ പറയാണ്, ദാ ആ ജനൽ കണ്ടോ, ആ ജനലിന്റെ അരിയിൽ ഒരു സ്നൈപ്പർ ഉണ്ട്, അതിലൂടെ താഴേക്ക് നോക്ക്, അപ്പൊ നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ കഴിയും. പീറ്റർ വേഗം തന്നെ ഓടിച്ചെന്ന് ആ സ്നൈപ്പറിലൂടെ നോക്കുന്ന സമയത്ത് ഭാര്യയും കുഞ്ഞിനെയും കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അവരുടെ അരിയിലേക്ക് ഒരാൾ വന്നിട്ട് ഒരു പൊതി കൊടുക്കുകയാണ്. ഇതെല്ലാം പീറ്റർ കാണുന്നുണ്ട്. ഇപ്പൊ പീറ്ററിനോട് ഈ ഒരു കില്ലർ ചോദിക്കുകയാണ്, അവളുടെ കയ്യിലേക്ക് കിട്ടിയ ആ ഒരു പൊതിയിൽ അതെന്താണെന്ന് അറിയോ? അതൊരു ബോംബാണ്. ഞാൻ അതിന് മുകളിൽ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. അതായത് നീ അയച്ചതുപോലെ ഒരു ലെറ്റർ ആണത്. അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു ചർച്ച് ഉണ്ട്, ആ ചർച്ചിലേക്ക് നീ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും എന്ന രീതിയിൽ. അപ്പൊ നിന്റെ ഭാര്യ ആ ഒരു പെട്ടി എടുത്തുകൊണ്ട് നേരെ ആ ഒരു ചർച്ചിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ബോംബ് പൊട്ടും. ആ ചർച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരും മരിക്കും, നിന്റെ ഭാര്യയും മരിക്കും. അതായത് വലിയൊരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നത്. നിനക്ക് വേണമെങ്കിൽ ആ ഒരു ദുരന്തത്തിനെ തടുക്കാം. എങ്ങനെയെന്നല്ലേ, ഇപ്പൊ നീ നിന്റെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണെങ്കിൽ ആ ബോംബ് അവിടുന്ന് പൊട്ടിക്കോളും, അധികം ആൾക്കാരൊന്നും മരിക്കില്ല. ഇനിയിപ്പോ നിന്റെ ഭാര്യ നീ കൊന്നാല് നിന്റെ മോളുണ്ടല്ലോ അവളും രക്ഷപ്പെടും. നീ നിന്റെ ഭാര്യ മാത്രം കൊന്നാൽ
കൊന്നാ മതി. സോ നീ തന്നെ തീരുമാനിക്കുക, ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തണോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ മാത്രം രക്ഷപ്പെടുത്തണോ, നീ തീരുമാനിക്കുന്ന പറയാണ്. പീറ്ററിന് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് അവൻ പോവുകയാണ്. അവൻ എന്ത് ചെയ്തു, ആ ഒരു ഗണ്ണെടുത്ത് നേരെ ഈ കില്ലർക്ക് നേരെ ചൂണ്ടിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ഗണ്ണിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു കില്ലർ ഒന്ന് ചിരിക്കുകയാണ്. നീ എന്തൊരു സെൽഫിഷ് ആടാ, നിന്റെ ഭാര്യ ഒരു ജീവനാണ്, എന്നാൽ ആ ഒരു പള്ളിയിൽ വെച്ച് മരിക്കാൻ പോകുന്നത് ഒരുപാട് ജീവനാണ്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുന്ന സമയത്ത് ഭയങ്കര സെൽഫിഷ് ആണല്ലേ. അന്നും ആ ഒരു ക്യാമ്പിൽ വെച്ച് നീ ഇതുപോലെ തന്നെ സെൽഫിഷായി. ആ 19 പട്ടാളക്കാരും നിങ്ങൾ കാരണം വെടിയേറ്റ് മരണപ്പെട്ടു. ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആ 19 പേരെ നിങ്ങൾ കുരുതി കൊടുത്തു. സ്വാർത്ഥമായ കാര്യമല്ലേ ഇത്? എന്നാൽ എനിക്ക് തിരിയാത്തത് ഈ കില്ലർ എന്തിനാണ് പീറ്ററിനോട് ഈ കാര്യമൊക്കെ പറയുന്നത്? ഈ പീറ്റർ ആരാണ്? പീറ്ററിനോട് എന്തിനാണ് ഈ കില്ലർക്ക് ഇത്ര പക? ഇവിടെ സീനിലിട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് സ്റ്റേഷനിൽ ഇരിക്കുന്ന നമ്മുടെ പോൾ സെർവിനെയാണ്. പട്ടാളക്കാർ താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റൽ ഉണ്ടല്ലോ, അവിടേക്ക് പീറ്റർ എപ്പോഴും പോയാൽ സംസാരിക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, ആരോണിനെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആരോണിനോട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് പോൾ സെർവിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അന്ന് ആ ഒരു 19 പേരെ കൊല്ലാൻ കാരണമായ ഒരു 6 അംഗ സംഘം ഉണ്ടല്ലോ, ആ ക്യാമ്പിലുണ്ടായിരുന്ന 6 പട്ടാളക്കാര്, അതിലൊരാൾ നേരത്തെ മരിച്ചു, 5 പേരെ ഇപ്പൊ ഈ ഒരു കില്ലർ കൊന്നു. ഇങ്ങനെയല്ല ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ 6ാമത്തെ ആള് അത് വേറെ ആരുമല്ല, പീറ്റർ തന്നെയാണ്. സോ ഈ ഒരു കാര്യം കേട്ട് നമ്മുടെ പോൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പത്രം വിറ്റ് കിടക്കുന്ന പയ്യനുണ്ടല്ലോ, ആ പയ്യനും സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പീറ്ററിനെ ശരിക്കുള്ള കില്ലർ ഈ ചർച്ചിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. ഇത് അറിഞ്ഞ പാട് തന്നെ പോൾ സെർവിനും ബാക്കിയുള്ള പോലീസുകാരും അലേർട്ട് ആകാണ്. ഇവര് നേരെ ആ ഒരു ചർച്ചിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ പീറ്ററിന്റെ കാലിൽ ഷൂട്ട് ചെയ്തിട്ട് അവന് താഴേക്ക് ഈ ഒരു കില്ലർ തള്ളിയിട്ടിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഒരു മരക്കമ്പിൽ പിടിച്ചങ്ങനെ നിൽക്കാണ് പീറ്റർ. എന്നാൽ അവിടെ നിന്ന് പീറ്ററിനെ തൂക്കിയെടുത്ത് തലകീഴായി കെട്ടിത്തൂക്കി വളരെ ക്രൂരമായിട്ട് തന്നെ ഈ കില്ലർ കൊല്ലാൻ പോവുകയാണ്. ശരിക്കും ആരാണ് ഈ ഒരു കില്ലർ? അന്ന് ഇവർ 6 പേരും കാരണം 19 പട്ടാളക്കാരെ റഷ്യക്കാർ പിടിച്ചുകൊണ്ടുപോയില്ലേ? അതായത് ക്യാമ്പിൽ തന്നെയുള്ള പട്ടാളക്കാരെയാണ് ചാടാൻ നോക്കിയതിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോയില്ലേ? ആ 19 പേരിൽ ഒരാളാണ് ഈ കില്ലർ. അന്ന് 19 പേരെയും കൊണ്ടുപോയിട്ട് ഒറ്റയടിക്ക് കൊല്ലുകയല്ല ചെയ്തത്, ഈ 19 പേരെയും നന്നായിട്ട് ടോർച്ചർ ചെയ്തു, വല്ലാണ്ട് ഉപദ്രവിച്ചു. ബാക്കിയുള്ള 18 പേര് മരിച്ചുപോയി. എന്നാൽ എങ്ങനെയൊക്കെയോ ഇവൻ മാത്രം രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ബാക്കിയുള്ള 6 പേരോടും ഈ ഒരു പട്ടാളക്കാരൻ ഇത്ര പക. അങ്ങനെയാണ് ഇവൻ ഒരു ബ്രൂട്ടൽ സീരിയൽ കില്ലറായിട്ട് മാറിയത്. 5 പേരെ കൊന്നു, ഇനി ഇവൻ ഒരാളെ കൂടെ കൊന്നാ മതി, പീറ്ററിനെ കൂടെ. എന്നാൽ ആ സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? നമ്മുടെ പോൾ സെർവിൻ വരുന്നത്. പീറ്ററിനെ രക്ഷപ്പെടുത്താനായിട്ട് കില്ലർക്ക് നേരെ പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ബുള്ളറ്റ് കില്ലറുടെ ദേഹത്ത് കയറുന്നുണ്ട്. അയാൾ വേഗം തന്നെ മുകളിലേക്ക് കൂടി രക്ഷപ്പെടുകയാണ്. പിന്നീട് വേഗം അങ്ങോട്ടേക്ക് വന്ന പോൾ ഉണ്ടല്ലോ, പീറ്ററിനെ ആ ഒരു കെട്ടുകളെ കഴിച്ച് പീറ്ററിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഇവർ 2 പേരും കൂടെ ആ ഒരു കില്ലറിനെ പിടിക്കാൻ പോവാൻ നിൽക്കുമ്പോൾ പീറ്റർ എന്തിനാണെന്ന് അറിയില്ല പോളിനെ തള്ളി മാറ്റാണ്. നീ മേലേക്ക് വരണ്ട, കില്ലറുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. എന്നാൽ വീണ്ടും പീറ്ററിന്റെ പിന്നാലെ ഈ പോൾ വരുന്ന സമയത്ത് വീണ്ടും അവനെ തള്ളി മാറ്റാണ് പീറ്റർ. എന്തായിരിക്കും അതിന്റെ കാരണം? ആ കില്ലറെ പിടിക്കാൻ പോൾ വന്ന എന്താ പ്രശ്നം? എന്തായാലും അവസാനം മുകളിലേക്ക് എത്തിയ പോൾ ആ ഒരു കില്ലറെ നേരിട്ട് കാണുകയാണ്. ഇവിടെയാണ് കഥയുടെ മറ്റൊരു ട്വിസ്റ്റ്. ആ കില്ലറെ കണ്ട പോൾ സെർവിൻ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിന്ന് പോവാണ് കേട്ടോ. കാരണം ആ ഒരു കില്ലർ മറ്റാരുമല്ല, അവൻ ജീവന തുല്യം സ്നേഹിക്കുന്ന അവന്റെ ചേട്ടനുണ്ടല്ലോ, ജോസഫ് സെർവിൻ, അദ്ദേഹമായിരുന്നു. ഇപ്പൊ പീറ്റർ ഇപ്പൊ പോളിനോട് പറയാണ്, അതായത് നിന്റെ ചേട്ടൻ ഒരു വീര്യമൃത്യു വരിച്ചൊരു പട്ടാളക്കാരനായിക്കോട്ടെ, ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ഇമേജ് നിന്റെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് യുദ്ധത്തിൽ നിന്റെ ചേട്ടൻ മരിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞത്. ശരിക്കും രക്ഷപ്പെടാൻ നോക്കിയിട്ട് അവൻ മരണപ്പെട്ടു എന്നൊക്കെ ഞാൻ നിന്നോട് പറയാതിരുന്നത് നിനക്കത് വിഷമാവും എന്ന് കരുതിയിട്ടാണ്. എന്നാൽ അന്ന് ഇവൻ മരിച്ചു എന്നാ ഞാൻ കരുതിയത്. ഇവനെ നീ നേരിട്ട് കാണാതിരിക്കാനാ നിന്നെ മുകളിലേക്ക് കയറ്റാതിരുന്നത്, താഴേക്ക് തള്ളിയിട്ടോണ്ടിരുന്നത്. എന്തായാലും വിധി അത് സംഭവിക്കുകയല്ലോ. യഥാർത്ഥ കില്ലറായിട്ടുള്ള ജോസഫ് സെർവിനെ ഇപ്പൊ പോള് കാണുകയാണ്. ഇപ്പൊ പോള് ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടാ ഇതെന്തൊക്കെയാ നടക്കുന്നേ? ചേട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നേ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചേട്ടനെ അന്വേഷിച്ച് ഞാൻ എവിടം വരെയൊക്കെ പോയിന്നറിയോ? ആരോടൊക്കെ ചോദിച്ചെന്നറിയോ? ചേട്ടാ ഇതെല്ലാം മതിയാക്ക്, വാ നമുക്ക് പോകാം, നമ്മുടെ വീട്ടിലേക്ക് പോകാം. എന്ന ജോസഫ് പറയുന്നത്, ഇല്ലടാ ഇനി അതിന് എന്നെ കൊണ്ട് പറ്റില്ല, എല്ലാം മാറിക്കഴിഞ്ഞു, എന്റെ മാനസിക നിലയൊക്കെ ആകെ തെറ്റിക്കെടുക്കുകയാണ്. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു 18 പേര് അവരനുഭവിച്ച ആ ഒരു വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത്രയും ക്രൂരമായിട്ടാണ് എന്റെ കൺമുന്നിൽ വെച്ച് അവർ ഉപദ്രവിച്ചത്, അവസാനം കൊന്നു കളഞ്ഞത്. അവരുടെ വേദന എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലടാ. അതിന് കാരണക്കാരായ 6 പേരെ എനിക്ക് കൊല്ലണം, 5 പേരെ ഞാൻ കൊന്നു, അവർക്കുള്ള ശിക്ഷ അതുപോലെ തന്നെ ഞാൻ കൊടുത്തു. വേദനിപ്പിച്ച് നരകിപ്പിച്ച് തന്നെ ഞാൻ അവരെ കൊന്നു, ആ 5 പേരെയും. അതുപോലെ എനിക്ക് ഇവനെയും കൊല്ലണം, ഞാൻ ഇവനെയും കൊല്ലും. ഇത് പറഞ്ഞ് ജോസഫ് ഗണ്ണെടുത്ത് പീറ്ററിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ പോളിന് മറ്റൊരു വഴിയില്ലായിരുന്നു. സ്വന്തം ചേട്ടനെ പീറ്ററിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇപ്പൊ പോളിന് വെടിവെക്കേണ്ടി വരികയാണ്. എത്ര നാളായിട്ട് ചേട്ടന് വേണ്ടി കാത്തിരുന്നതാ. പക്ഷെ അവസാനം സംഭവിച്ചത് എന്താണ്? എന്തൊക്കെയായാലും പോളിന്റെ വെടിയേറ്റ് പോളിന്റെ കൈകൊണ്ട് അവന്റെ ചേട്ടൻ ജോസഫ് സെർവിൻ മരണപ്പെട്ടു പോവാണ്. അതുപോലെ തന്നെ അധികം വൈകാതെ പോലീസുകാരെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവസാനം കേസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായി. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അവസാനം നമ്മുടെ പീറ്റർ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവാണ്. പല തവണയായിട്ട് അവളുടെ അടുത്തേക്ക് പോയി അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഉള്ളിലുള്ള ഭയം കാരണം അവളുടെ അടുത്തേക്ക് പോയില്ല. എന്നാൽ ഇത്തവണ പീറ്റർ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളെ കണ്ടു, അവളെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ ഭാര്യ നമ്മുടെ പീറ്ററിനെ കണ്ടു, അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ
നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.